നമസ്കാരം. രാജ്യത്തെയും നമ്മുടെ കേരളത്തിലെയും മുൻനിര ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നായ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ആഹ്ലാദകരമായ ചില കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് തലത്തിലെ സാരഥികൾ തന്നെയാണ് ഇന്ന് കേരള വിഷൻ ന്യൂസിനോടൊപ്പം അതിഥികളായിട്ടുള്ളത്. ഈ ഒരു സംഭാഷണം എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള സമ്പത്തിനെക്കുറിച്ച്, ആ സമ്പത്ത് ഫലപ്രദമായി വിനിയോഗിക്കപ്പെടുന്നതിനെക്കുറിച്ച്, ഒരു ക്രെഡിറ്റ് സൊസൈറ്റി എന്നുള്ളതിലേക്ക് വിന്നേഴ്സ് റോയൽ വർഷ ഏത് രീതിയിലാണ് രാജ്യത്തെ ഒന്നാം നിര ധനകാര്യ സ്ഥാപനമായിട്ട് മാറിയത് എന്നതും അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ സംഭാഷണത്തിലേക്ക് പ്രധാനമായിട്ടും വരുന്നത്. വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റ് അംഗങ്ങളുമായുള്ള പരസ്പര സംഭാഷണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾക്ക് ഈ സൊസൈറ്റി ഈ നിലയിലേക്ക് വളരാനിടയാക്കിയ ചില സാഹചര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറയേണ്ടതുണ്ട്. 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഇന്ത്യയിലുടനീളം വിവിധ സംസ്ഥാന സർക്കാരുകളുടെ രജിസ്ട്രാർമാർ വിവിധ കാറ്റഗറിയിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ലൈസൻസ് അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ ചില കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനങ്ങൾ ഒന്നിലധികം സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയതോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നതിന് സെൻട്രൽ ഗവൺമെൻറ് മൾട്ടി സ്റ്റേറ്റ് ആക്ട് കൊണ്ടുവരികയും സെൻട്രൽ കോപ്പറേറ്റീവ് രജിസ്ട്രാറെ ലൈസൻസിംഗ് അതോറിറ്റിയായി നിയമിക്കുകയും ചെയ്തു. അതുപ്രകാരം 2002 കോപ്പറേറ്റീവ് ആക്ട് അനുസരിച്ച് ഇന്ന് വരെ ഏകദേശം 1800ഓളം മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾക്കാണ് സെൻട്രൽ രജിസ്ട്രർ ലൈസൻസ് നൽകിയിട്ടുള്ളത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വിവിധ മേഖലകളിലുണ്ടെങ്കിലും അതിലെ അംഗങ്ങൾക്ക് ബാങ്കിൽ ലഭ്യമാകുന്ന പോലെയുള്ള സേവനങ്ങൾ നൽകുന്നതിനാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ലൈസൻസ് നൽകുന്നത്. ഈ വിധത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കാൻ ലൈസൻസ് ലഭിച്ചിരിക്കുന്നത് വളരെ കുറച്ച് സൊസൈറ്റികൾക്ക് മാത്രമാണ്. ഈ രീതിയിലുള്ള ഒരു മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ്. കേരള വിഷൻ ന്യൂസിനോടൊപ്പം ഇന്ന് അതിഥികളായിട്ടുള്ളത് വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ശ്രീകുമാർ ടി.എ., ശ്രീ ജയകുമാർ കെ, അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ ശ്രീ വിവേക് ഷെണായ്, ശ്രീ പ്രവീൺ മോഹൻദാസ്, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ശ്രീ ശ്രീറാം കെ, ബിസിനസ് ഹെഡ് അഭിലാഷ് നാഗേന്ദ്രൻ എന്നിവരാണ്. സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചുള്ള കാര്യം ആലോചിക്കുമ്പോൾ മുഖത്ത് വലിയൊരു ആഹ്ലാദത്തിൻ്റെ പുഞ്ചിരി വിടരുന്ന പേരാണ് ഒരു പക്ഷേ വിന്നേഴ്സ് റോയൽ വർഷ എന്ന പേര് എന്ന് പറയുന്നത്. വിന്നേഴ്സ് റോയലിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് തൊട്ട് മുമ്പ് പറയുകയും ചെയ്തു. ഇപ്പോൾ വിന്നേഴ്സ് റോയലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 സാരഥികളാണ് നമ്മോടൊപ്പം സംസാരിക്കാനും എന്തൊക്കെയാണ് ഇനിയുള്ള മുന്നോട്ട് പോക്കുകളെന്ന് വ്യക്തമാക്കാനും അണിനിരന്നിരിക്കുന്നത്. ഈ 6 പേർക്കും ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ട് പോക്ക് മാത്രമാണ്, ഒപ്പം തന്നെ അതിലൂടെ ഉണ്ടാവേണ്ട ഉന്നതി, അംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ ഉയർച്ച, അതാണ് നിങ്ങളുടെ എല്ലാം വലിയ അഭിലാഷമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വിന്നേഴ്സ് റോയൽ വർഷയെക്കുറിച്ചിട്ട് ഒരു ചുരുങ്ങിയ രീതിയിൽ എങ്ങനെ വ്യക്തമാക്കാൻ കഴിയും? 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് 2012 കേരളം, തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി, രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ് അങ്ങനെ 7 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ ലൈസൻസ് ലഭിച്ചിരിക്കുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് വിന്നേഴ്സ്. ഈ സൊസൈറ്റിയുടെ ആദ്യകാലത്തെ രജിസ്റ്റേർഡ് ഓഫീസ് രാജസ്ഥാനിലായിരുന്നു. ഈ കഴിഞ്ഞ വർഷം 2023 അമെൻമെൻറ്റ് ആക്ട് വന്നതിന് ശേഷം അതിൻ്റെ ബൈലോ അമെൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് രാജസ്ഥാനിൽ നിന്ന് കേരളത്തിലേക്ക് മാറ്റുകയുണ്ടായി. ഇപ്പോൾ കേരളത്തിൽ പാലാരിവട്ടത്ത് പാടിവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കോർപ്പറേറ്റ് ഓഫീസ് നിന്നിരുന്ന സ്ഥലത്തേക്ക് തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് ഷിഫ്റ്റ് ചെയ്തു. തുടക്കത്തിൽ ഈ സൊസൈറ്റിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 100 കോടിയായിരുന്നു. ഇപ്രാവശ്യത്തെ ബൈലോ അമെൻഡ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് 500 കോടിയായി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള അനുവാദവും സെൻട്രൽ കോപ്പറേറ്റീവ് രജിസ്ട്രാറിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. പ്രവർത്തനം തുടങ്ങി ഏതാണ്ട് 10 വർഷത്തോളം 2012 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ ഈ സൊസൈറ്റി കാര്യമായ പ്രവർത്തനങ്ങളൊന്നും 7 സംസ്ഥാനങ്ങളിൽ നടത്തിയിരുന്നില്ല. 2023 ജൂലൈ മാസത്തിൽ കേരളത്തിലെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം
അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമാക്കപ്പെട്ടു, ശക്തമാക്കപ്പെട്ടു. ചുരുങ്ങിയ 2 വർഷത്തെ സമയം കൊണ്ട് കേരളത്തിൽ 55-ലധികം ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തു. 100 കോടി രൂപയ്ക്ക് മുകളിലേക്ക് വിവിധ തരത്തിലുള്ള ലോണുകൾ അതിലെ അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 400-ലധികം പെർമനൻ്റ് എംപ്ലോയീസ് ഉള്ള ഒരു പ്രസ്ഥാനമായി ഇത് വളർന്നു. 7000-ലധികം ഏജൻറ്റുമാർ ഈ പ്രസ്ഥാനം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു. അതിൻ്റെ വിവിധ തരത്തിലുള്ള സേവനങ്ങളും ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളും ഒക്കെ അതിന് മെമ്പേഴ്സിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ വലിയൊരു സ്ട്രെങ്ത് ഈ ഒരു ഓർഗനൈസേഷന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെ, ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു നേട്ടം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ആ നേട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റ് ആയിട്ടുള്ള വലിയ സ്ഥാപനങ്ങളുണ്ടല്ലോ, ആ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള രീതികളൊക്കെ ഉണ്ട്. അതിനെ വെല്ലുന്ന രീതിയിലാണ് വിന്നേഴ്സ് റോയലിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്. ആ വളർച്ചയ്ക്ക് കാരണമാക്കിയ വ്യത്യസ്തത എന്താണ്? കൃത്യമായിട്ടുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചു. ഫസ്റ്റ് തന്നെ ഈ ഓർഗനൈസേഷൻ അങ്ങനെ മുന്നോട്ട് പോകണം, ഒരു കോർപ്പറേറ്റ് രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്, അത് കൃത്യമായിട്ടുള്ള സാധാരണഗതിയിലൊരു സൊസൈറ്റി സാധാരണ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന കുറേ മതരാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാർ ചേർന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് കാര്യമായിട്ട് വലിയ ഒരു പദ്ധതി അതിൻ്റെ പുറകിലില്ല. അതെ, സാധാരണ അങ്ങനെ തുടങ്ങുമ്പോൾ നമ്മൾ ഉടൻ തന്നെ പലരും ആലോചിക്കുന്നത് ഇതിൻ്റെ പിറകിൽ ഏത് മതത്തിൽപ്പെട്ടവരാണ്, ഏത് സമുദായത്തിൽപ്പെട്ടവരാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതല്ലാതെയാണ് വരുന്നത് അല്ലേ? അതല്ലാതെയാണ്. അപ്പോൾ ഇതിനകത്ത് വേണ്ടത് നമ്മൾക്ക് സാമ്പത്തിക മേഖലയിൽ വൈദഗ്ധ്യം പ്രാപിച്ചിട്ടുള്ള ആൾക്കാർ, അവിടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ടീമിനെ നമ്മൾ അണിനിരത്തുകയുണ്ടായി. ആ ടീമാണ് ഈ ഓർഗനൈസേഷൻ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളുടെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിന്നേഴ്സിന് ഒരു ഫിലോസഫി യഥാർത്ഥത്തിൽ ചെറുകിട നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, ചെറുകിട വായ്പകൾ നൽകുക. അപ്പൊ ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പണം സ്വീകരിക്കുന്നത് 1 കൊല്ലത്തേക്കായിരിക്കാം, നമ്മൾ നിയോഗിക്കുന്നതും ഏതാണ്ട് 1 കൊല്ലത്തേക്കായിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പണം തിരിച്ചു കൊടുക്കാറാവുമ്പോഴേക്കും നമ്മൾ വായ്പ കൊടുത്തിട്ടുള്ള പണം തിരിച്ചു വരാതിരിക്കാം. നമ്മളുടെ ഈ വിന്നേഴ്സിന് കൊടുത്തിരിക്കുന്ന ബോർഡിന്റെ ഒരു നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനെ നമ്മൾ ബാങ്കിങ് ടെർമിനോളജിയിൽ ഒരു അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് എന്നാണ് പറയാം. അപ്പോ നമുക്കിത് കൃത്യതയോടുകൂടി തന്നെ തിരിച്ചു കൊടുക്കാനും സാധിക്കും. അതോടൊപ്പം തന്നെ വരുമാനം, ഈ വായ്പ കൊടുത്തതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ളതിന് വേണ്ടിയിട്ടുള്ള പലിശയും നമുക്ക് ഇതിൽ നിന്ന് തന്നെ മീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊരു വ്യത്യസ്തതയാണ് ശരിക്കും. വ്യത്യസ്തമായിട്ടുള്ള വിഭിന്നമായിട്ടും മാറി നിൽക്കാൻ കഴിയുന്ന ഈ ഒരു സവിശേഷതയ്ക്ക് കാരണം അതിൻ്റെ ഒരു വിശ്വാസ്യത പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ അംഗങ്ങളെ സംബന്ധിച്ചിട്ട് വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി സുതാര്യമായിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് വിന്നേഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? കറക്റ്റായി പറയുകയാണെങ്കിൽ ഒരു മെമ്പറിന് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അഡ്വൈസുകൾ എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും സേവ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു നിക്ഷേപത്തിലേക്ക് മാറ്റിയിരുത്തണം. 500 രൂപ മുതൽ മാസം പേ ചെയ്യുന്ന അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന തരത്തിലുള്ള പദ്ധതികൾ നമ്മളിവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിലൂടെ മെമ്പേഴ്സിന് അവരുടെ ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ളൊരു ഹെൽപ്പ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ നമ്മൾ ഒരു ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഈ മേഖലയിലുള്ള ആൾക്കാർ, ഇപ്പോൾ നമ്മളുടെ ഓപ്പറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Tier 2, Tier 3 സിറ്റിയിലാണ്. ബാങ്കുകളൊന്നും അത്ര കാരണം ബാങ്കുകൾ എത്തിച്ചേരാത്ത സ്ഥലങ്ങളിലാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളുടെ പ്രവർത്തനമുള്ളത്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞിരുന്നു 7000-ഓളം ഏജൻറ്റുമാരുണ്ടെന്നുള്ളത്. ഇവർക്കൊരു വരുമാന മാർഗം കൂടിയാണ് ഈ സൊസൈറ്റി. ഇവർ പല സംഭവങ്ങൾ വന്നിട്ട് നമ്മളുടെ മെമ്പേഴ്സിനോട് എത്തിക്കുകയും അതിലൂടെ ഒരു വരുമാനം നേടാൻ നമ്മളവരെ സഹായിക്കുന്നത്. ആളുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഏറ്റവും ഭംഗിയായിട്ട് മാനേജ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവർത്തിക്കുന്നത് അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ച് വിവേക് സാർ പറഞ്ഞു. അത് പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്ത ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സംഗതി, ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. അതായത് കോർ ബാങ്കിങ് സോഫ്റ്റ്വെയർ നമ്മുടെ ശാഖകളിലെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേക്കും
100% ഒരു ഫുൾ പ്രൂഫ് സിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. പണമിടപാടുകൾ നടത്തുന്നതിനോട് ബന്ധപ്പെട്ട് സൊസൈറ്റി എടുത്തിരിക്കുന്ന ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് ഓൺലി ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ പെർമിറ്റ് ചെയ്യുന്നുള്ളൂ. നോ ക്യാഷ് ട്രാൻസാക്ഷൻ ഈസ് പെർമിറ്റഡ്. ഇതാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സംഗതി. ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മെമ്പർമാരും അവർ നടത്തുന്ന ഇടപാടുകൾ ഡിജിറ്റൽ ആയതുകൊണ്ട്, അക്കൗണ്ട് ത്രൂ ആയതുകൊണ്ട് അതിലൊരു സുതാര്യതയുണ്ട്. ഒരു മാൽ പ്രാക്ടീസ് നടത്താൻ അതിലെ ഏതെങ്കിലും ഒരു ജീവനക്കാരനോ ആർക്കും സാധിക്കാത്ത വിധത്തിലുള്ള ഒരു സിസ്റ്റമാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് 10,000-ലധികം ആളുകൾക്ക് 2 വീലർ ലോൺ കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് സൈസ് 1 ലക്ഷത്തിൽ താഴെയാണ്. ചെറിയ ബിസിനസ് ലോണുകൾ കൊടുത്തിട്ടുണ്ട്, ചെറിയ ഗോൾഡ് ലോണുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മൈക്രോ ലെൻഡിങ്ങിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൈക്രോ സേവിങ്സിനും നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ജയകുമാർ പറഞ്ഞതുപോലെ ചെറിയ തുകകൾ എല്ലാ മാസവും മിച്ചം പിടിച്ചുകൊണ്ട് അവരുടെ ഭാവിക്ക് വേണ്ടി അവർക്ക് കരുതാനൊരു അവസരം തുറന്നു കൊടുക്കുക. അതിന് നല്ല റിട്ടേൺസും കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ആവറേജ് ടിക്കറ്റ് സൈസ് നോക്കുകയാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന ആൾക്കാരുടെ ടിക്കറ്റ് സൈസ് നോക്കിയാലും ഒരു 50,000 മുതൽ 1,00,000 രൂപയിൽ താഴെയാണ് ഈ ആളുകളുടെ ആവറേജ് ടിക്കറ്റ് സൈസ്. അപ്പം ചെറുകിട ആളുകളിലേക്ക്, സാധാരണക്കാരുടെ അടുത്തേക്ക് നമ്മൾ നമ്മുടെ സാമ്പത്തിക സേവനങ്ങളുമായിട്ട് എത്തുന്നു. അതാണ് നമ്മളെ ഈ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം. ഈ സാധാരണക്കാരുടെ അടുത്തേക്ക് നമ്മൾ എത്തുന്നു എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണ ഘടകം ഈ 2 വീലർ ലോൺ ആയിരുന്നു. പ്രത്യേകിച്ചും എല്ലാവർക്കും ഏറ്റവും ചെറിയ ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് 2 വീലർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് എത്രത്തോളം വിജയകരമായി? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു കൊച്ചു സംരംഭകന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനായിട്ട് വളരെയധികം വേണ്ടപ്പെട്ട ഒരു മൊബിലിറ്റി എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പം നമുക്ക് ഇവിടെ സൊസൈറ്റിയിൽ ഉള്ള ഒരു ടീം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു നല്ല എക്സ്പെർട്ടീസ് ഉള്ള ഒരു ടീമാണ്. ഞങ്ങൾക്ക് ഏതാണ്ട് 100-ൽ പരം കൂടി ഈ ഒരു 2 വീലർ ലോണിന് നമുക്ക് ഡിസ്ബസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തിരിച്ചടവും ഏതാണ്ട് കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഏകദേശം 72 കോടിയാണ്. അതായത് തിരിച്ചടവ്, ഡിസ്ബേഴ്സ്മെന്റ് കൊടുത്തത് കഴിഞ്ഞ് തിരിച്ചടവുള്ളത്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു മോഡലാണ്. നമുക്ക് ഏതാണ്ട് 150-ലധികം ഡീലർഷിപ്പുകളിൽ സൊസൈറ്റിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവിന് പ്രസൻസ് ഉണ്ട് ഈ ലോണുകൾ കൊടുക്കാനായിട്ട്. ഈ കൊടുത്തിരിക്കുന്ന വായ്പകൾ എല്ലാം തന്നെ നാച്ച് കണക്റ്റഡ് ആണ്. അതായത് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ്, നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്, ഇതാണുള്ള നാച്ച്. ഈ നാച്ചിലൂടെ ഏതാണ്ട് 75-80% ആ നാച്ചിന്റെ ദിവസം തന്നെ കളക്ഷൻ തിരിച്ചു വരുന്നുണ്ട്. ബാക്കിയുള്ള 20% ചിലപ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം, ബാങ്കിൽ പൈസ ഉണ്ടായിട്ടുണ്ടാവില്ല. ആ തിരിച്ച് അടവ് നമ്മളുടെ കളക്ഷൻ ടീം ഫോളോ അപ്പ് ചെയ്തിട്ട് കൃത്യമായിട്ട് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഏറി വന്നു കഴിഞ്ഞാൽ ഒരു 2-3% ലോണുകൾ മാത്രമാണ് ഈ പറഞ്ഞ പോലെ കുറച്ച് 1 മാസത്തിലോ അല്ലെങ്കിൽ 2 മാസത്തിലോ കൂടുതൽ അടവില്ലാതെ ഇരിക്കുന്നത്. ഇതൊരു സാമ്പത്തിക എന്താ പറയുക, സൊസൈറ്റി നല്ല ക്രെഡിറ്റ് നോംസ് അല്ലെങ്കിൽ വായ്പ കൊടുക്കേണ്ട നിബന്ധനകൾ, വ്യവസ്ഥകൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് പോകുന്ന ഒരു പോർട്ട്ഫോളിയോ ആണത്. ഒരു കോർപ്പറേറ്റീവ്, ഒരു ക്രെഡിറ്റ് സൊസൈറ്റി ആയിട്ട് നിൽക്കെ തന്നെ എല്ലാ അംഗങ്ങൾക്കും ഒരു സാമ്പത്തിക അച്ചടക്കമുള്ളൊരു ജീവിതം നൽകുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ചും സാധാരണക്കാരായിട്ടുള്ള പലരും ഇപ്പോൾ പണം കൊണ്ട് മാത്രം യുദ്ധം ചെയ്യാമെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തീരുവ യുദ്ധം എന്നുള്ള വാക്ക് വരുമ്പോഴാണ് ഈ ആയുധങ്ങളില്ലാതെ തന്നെ പണം മാത്രം ഉപയോഗിച്ച് ഒരു രാജ്യത്തിന് യുദ്ധം ചെയ്യാൻ കഴിയുമെന്ന് പറയും. അപ്പോൾ AI അടക്കമുള്ള സാങ്കേതിക വിദ്യയുടെ ഒരു കാലഘട്ടം, നവീന സാങ്കേതികത, ഇതിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് സൊസൈറ്റി സാങ്കേതിക വിദ്യയെ ഏത് രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. നമ്മൾ ഒരു അംഗത്തെ ഓൺബോർഡ് ചെയ്യുന്ന അപ്പം തൊട്ട് നമ്മൾ ഡിജിറ്റലിയാണ് നമ്മുടെ എല്ലാ പ്രോസസ്സും ചെയ്യുന്നത്. KYC തൊട്ട് അത് ഒരു 2 തരമുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു, ഒന്ന് നമ്മൾ ലെൻഡ് ചെയ്യുന്നു. ഈ 2 മേഖല എടുത്താലും നമ്മൾ ഡിജിറ്റലി ഫുൾ എക്യുപ്ഡ് ആണ്. നമ്മുടെ സിസ്റ്റം അത് അത്ര റോബസ്റ്റ് സിസ്റ്റമാണ് നമ്മൾ കൈകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഇസ് സ്റ്റാർട്ടിങ് വിത്ത് KYC വെച്ച് നമ്മൾ ആളെ ഓൺബോർഡ് ചെയ്യുന്നു. 100% ഫുൾ പ്രൂഫ് ത്രൂ ഡിജിറ്റൽ വെരിഫിക്കേഷൻ ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ 99.9% PAN card compliant ആണ്, which means transparency is, we are ensuring transparency and no other malpractices is allowed. Second stage നോക്കുകയാണെങ്കിൽ the way our system is running, നമ്മുടെ സിസ്റ്റം റൺ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ്റെയും കീ സ്ട്രെങ്ത് ആണ് നമ്മുടെ മാനേജ്മെന്റ് ഓഫ് MIS
നമ്മുടെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം അത് റൺ ചെയ്യുന്നത് കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ് ആണ്. നമ്മൾ ടിപ്പ് ഓഫ് ദ ഫിംഗർ വി വിൽ ഗെറ്റ് ഓൾ MIS. നമ്മൾ എങ്ങനെ ഒരു ഫണ്ട് ഡിപ്ലോയ് ചെയ്യുന്നു എന്നുള്ളതിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാർക്കും പല സൊസൈറ്റിയിലും പല ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഒരു ഫണ്ട് ചിലപ്പോൾ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന പല ആൾക്കാരും ബിക്കോസ് ഓഫ് പേഴ്സണൽ സ്ട്രെങ്ത്, ബിക്കോസ് ഓഫ് കമ്പനീസ് ഗുഡ് വിൽ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഡിപ്ലോയ് ചെയ്യുന്നു ആൻഡ് ഹൗ വെൽ ദാറ്റ് ഫണ്ട് ഈസ് ബീങ് മാനേജ്ഡ്. ഈ സിസ്റ്റത്തിന് വേണ്ടത് ഡിജിറ്റൽ. ഇപ്പോൾ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ എല്ലാ പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് സാരഥികളും ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ ഒരു കോഫി കഴിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടാവുന്നു എന്ന് വിചാരിക്കും, ഒരു എൻക്വയറി, ഏത് ED ആവട്ടെ എന്തോ ആവട്ടെ. നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വളരെ റിലാക്സ് ആയിട്ട് എല്ലാ വാതിലും തുറന്ന് കയറിക്കോളൂ, നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സംഭാഷണം തുടരുമെന്ന് പറയാവുന്ന രീതിയിൽ അത്രത്തോളം എല്ലാം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണോ? നമ്മൾ ഈ എന്താ പറയുക, സൊസൈറ്റിയുടെ സാരഥ്യം ഇവരൊക്കെ ഏറ്റെടുക്കുകയും ഞാൻ അഡ്വൈസറി ബോർഡിലോട്ട് വരികയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ തീരുമാനിച്ചിരുന്നൊരു കാര്യമാണ്, വി വിൽ കീപ് ഇറ്റ് ക്ലീൻ. ക്യാഷ് എടുക്കില്ല, നിയമത്തിന്റെ ചട്ടക്കൂടിലും എല്ലാ കാര്യങ്ങളിലും അതിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതൊരു എന്താ പറയുക ഒരു അണ്ടർലൈൻ ആയിട്ടുള്ള ഒരു ഫിലോസഫി. അതുകൊണ്ട് തന്നെ താങ്കൾ ചോദിച്ച പോലെ EDയോ സെൻട്രൽ രജിസ്ട്രാറോ ആര് വന്നാലും ഞങ്ങളൊരു തുറന്ന പുസ്തകമാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഉത്തരം ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഫസ്റ്റ് സ്റ്റേജ് വാസ് നമുക്ക് എക്സ്പാൻഷൻ ആയിരുന്നു. 2 വർഷം പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ 57 ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തു. സ്റ്റിൽ വി ഹാവ് സ്കോപ്പ്. നമുക്ക് എക്സ്പാൻഷനിൽ ഉപരി നമ്മൾ ഇപ്പം ചിന്തിക്കുന്നത് ഹൗ വെൽ വി ക്യാൻ എസ്റ്റാബ്ലിഷ് അവർ നെറ്റ്വർക്ക് ആൻഡ് എസ്റ്റാബ്ലിഷ് അവർ കസ്റ്റമർ ബേസ് ഇൻ ദീസ് 57 ബ്രാഞ്ചസ് ആണ് ഇപ്പോൾ നമ്മുടെ കൺസെപ്റ്റ്. സാധാരണഗതിയിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കാനായിട്ട് ഗവൺമെന്റിന്റെ ലൈസൻസ് വേണം. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കുകൾക്ക് സ്വീകരിക്കാം, NBFCകൾക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കാൻ സാധിക്കില്ല. അവർക്ക് ഡിബഞ്ചേഴ്സ് സ്വീകരിക്കാൻ പറ്റും. മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾക്ക്, അതും ക്രെഡിറ്റ് സൊസൈറ്റിയിൽ പ്രത്യേകിച്ചും ഡെപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. നമ്മുടെ മൂലധനത്തിന്റെ 10 മടങ്ങ് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. അപ്പോൾ ഡെപ്പോസിറ്റ് സ്വീകരിച്ചത് മുന്നോട്ട് പോകുള്ളൂ. സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റ് കൃത്യമായിട്ട് ലെൻഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇവയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. കൃത്യമായിട്ട് ലെൻഡ് ചെയ്യുന്നത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ബോർഡിൻ്റെ ഏറ്റവും വലിയൊരു ദൗത്യം. ഞങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. സ്വീകരിക്കുന്ന പൈസ കൃത്യമായിട്ട് ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന പൈസയെ ലോങ് ടേമിലേക്കും മീഡിയം ടേമിലേക്കും ആയിട്ട് ലെൻഡ് ചെയ്താൽ നമുക്ക് വരുന്ന വരുമാനം കറക്റ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അത് ബേസ് ചെയ്തിട്ട് വേണം ഡിവിഡൻസുകൾ കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വകമാറ്റി ചെലവഴിച്ചാലാണ് ഈ പ്രശ്നം വരുന്നത്. ഈ പല സൊസൈറ്റിക്കും പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ പല ധനകാര്യ സ്ഥാപനത്തിനും പ്രശ്നം വരുന്നത് വരുന്ന ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ പണം വകമാറ്റി ചെലവഴിക്കുമ്പോഴാണ്. ആ ഒരു കാര്യത്തിൽ ഇവിടെ ബോർഡ് വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ്. നമ്മൾ വകമാറ്റി ചെലവാക്കില്ല, നമ്മുടെ പ്ലാനുകൾ വളരെ ക്ലിയറാണ്. ഇത്തരം സംഭാഷണങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് ഒരു പക്ഷേ ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവതാരകൻ ഒരു സ്ട്രോക്ക് വരുന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നത്. കോവിഡിന് ശേഷം അത്തരത്തിലുള്ള സംഭവങ്ങൾ രാജ്യത്തുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്രതീക്ഷിതമായിട്ട് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നമ്മളുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും എടുത്തു വെക്കേണ്ടി വരുന്നൊരവസ്ഥ വരുന്നു. അപ്പോൾ ഈ സ്പെഷ്യൽ FD പോലുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിന്നേഴ്സ് റോയൽ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ നിക്ഷേപത്തിനൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇൻഷുറൻസ് ആയിട്ട് മാറുന്ന പ്രൊസീജിയറൊക്കെ എങ്ങനെയാണ്? നമുക്ക് FDയുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പം നമുക്ക് സാധാരണഗതിയിൽ ഒരു ബാങ്കിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഒരു ഉയർന്ന പലിശ എന്ന് പറയുന്നത് 7%, 7.25% ഇപ്പം കിട്ടുന്നത്. നമ്മൾ അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ ഒരു 7.5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കസ്റ്റമർ ഒരു FD, ഒരു 5 വർഷത്തെ ഒരു FD നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് ഗുരുതരമായിട്ടുള്ള ക്രിട്ടിക്കൽ ഇൽനെസ്, പിന്നെ ക്യാൻസർ പോലത്തെ ക്രിട്ടിക്കൽ ഇൽനെസ് അതിനെ നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലേക്ക് അവർക്ക് ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ അതിനകത്ത് വരുന്നുണ്ട്. സാധാരണഗതിയിൽ ബാങ്കുകളൊന്നും പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമല്ല. നിക്ഷേപത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് ഒരു ഇൻഷുറൻസിന് ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഷുറൻസ് വരിക, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, സ്ട്രോക്ക് ഇതുപോലത്തെ മാരകമായിട്ടുള്ള രോഗങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 5 ലക്ഷം രൂപ വരെ നമ്മൾ ഇൻഷുറൻസ് പരിരക്ഷ നമ്മുടെ അംഗങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ആളുകളുടെയൊക്കെ മനസ്സിലുള്ള ഒരു പ്രധാന തോട്ട് പ്രോസസ്സ് ഇതാണ്, എനിക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് ഒന്നും വരില്ല, ഞാൻ അതിനുവേണ്ടി എന്തിനാണ് വെറുതെ ഒരു വർഷം ഇത്ര രൂപ പ്രീമിയം അടയ്ക്കുന്നത്. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് പല ആളുകളും ക്രിട്ടിക്കൽ ഇൻഷുറൻസിനെ നിസ്സാരമായി തള്ളിക്കളയുന്നു. പക്ഷേ കണക്ക് സൂചിപ്പിക്കുന്നത് മാരകമായിരിക്കുന്ന അസുഖങ്ങളായിരിക്കുന്ന സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ബൈപ്പാസ് സർജറി, ക്യാൻസർ, അത്
10ൽ 4 പേർക്ക് വരെ ഇപ്പോൾ കേരളത്തിൽ ഡയഗ്നോസിസ് ചെയ്യുന്നുണ്ട്. ഇത് ഏതെങ്കിലും പറഞ്ഞാൽ 40 വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ 40 വയസ്സിന് മുകളിലോട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനൊരു പോളിസി പോയി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നേരിട്ട് എടുക്കണമെങ്കിൽ ഓൺ ആൻ ആവറേജ് ഒരു 10 ലക്ഷം രൂപ കവറേജ് കിട്ടണമെങ്കിൽ ഒരു 15,000 രൂപ അടുത്ത് പ്രീമിയം അടയ്ക്കണം, മെഡിക്കൽ ചെക്കപ്പ് ചെയ്യേണ്ടി വരും. 50-60 വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ പ്രീമിയം ഇനിയും കൂടും. നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ കൺസിഡറിങ് ദ വെൽബീയിങ് ഓഫ് ദ മെമ്പേഴ്സ് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ഡീപ്പായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കളക്റ്റീവ് ബാർഗെയിനിങ് പവർ ഉപയോഗിച്ചുകൊണ്ട് പോളിസി ഡിസൈൻ ചെയ്തിട്ട് ഇതിൻ്റെ പ്രീമിയത്തിൻ്റെ ബേർഡൻ കസ്റ്റമർ മെമ്പേഴ്സിന് മേൽ വെക്കുന്നേയില്ല. അവരോട് പറയുന്നു നിങ്ങൾ 5 വർഷത്തേക്ക് വലിയ തുകയൊന്നും വേണ്ട, ഒരു 30,000 രൂപ 50,000 രൂപയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തു 10 ലക്ഷം രൂപ കവറേജ് കിട്ടും. അതിന് ബാങ്ക് തരുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒരു 0.5% 1% കൂടുതൽ പലിശയും കിട്ടും. 7.5 മുതൽ ചിലപ്പോൾ 8% വരെ പലിശ കിട്ടും. സീനിയർ സിറ്റിസണൊക്കെ ആണെങ്കിൽ അത്രയും വരെ കിട്ടും. അവർക്ക് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജും കിട്ടും. പ്രീമിയം ആരാ അടയ്ക്കുന്നത്? നമ്മൾ തന്നെ അടയ്ക്കും. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏകദേശം നമ്മൾ 18ഓളം ക്ലെയിമുകൾ സെറ്റിൽ ചെയ്തു. ഇത് ക്രിട്ടിക്കൽ ഇൽനെസ്സിൽ മാത്രം. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഏകദേശം ഒരു 200-250 ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് അംഗങ്ങൾക്ക് കൊടുത്തിരുന്നു. ഈ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ അംഗമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പബ്ലിക്കിലെ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ സ്റ്റിപ്പുലേറ്റഡ് ആപ്ലിക്കേഷൻ ഫോമിൽ ആപ്ലിക്കേഷൻ തരിക, ഡിക്ലറേഷൻ തരിക, KYC എല്ലാം സബ്മിറ്റ് ചെയ്യുക, ഒരു ഷെയർ എടുക്കുക, 10 രൂപയുള്ള മെമ്പർഷിപ്പ്, അതിൻ്റെ GST കൂടെ ചേർന്ന് മൊത്തം ഒരു 112 രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് മെമ്പറാകാൻ പറ്റും. അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായ വ്യവസ്ഥ. അങ്ങനെ അംഗത്വം കിട്ടുന്ന ഒരു വ്യക്തിയെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ്? ബാങ്കുകൾ സാമ്പത്തിക സേവനം നിഷേധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ചെറിയ കൂട്ടമല്ല അത്. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയിട്ട് ഒരു SBI അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിന് വലിയ വ്യവസ്ഥകളൊന്നുമില്ല. അത് ബാങ്ക് വെൽക്കം ചെയ്യുന്ന കാര്യം. പക്ഷെ ഒരാൾക്ക് ലോൺ കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും തന്നെ എല്ലാ ബാങ്കുകളുടെയും നോംസ് വെച്ച് ലോണിൻ്റെ എലിജിബിലിറ്റി ഉള്ളത് ഇന്ത്യൻ ജനസംഖ്യയുടെ 20% താഴെയാണ്. ബാക്കി 80% ആൾക്കാരും അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ബാങ്ക് പറ്റില്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ പ്രൈവറ്റ് ഫിനാൻസിൻ്റെ അടുത്ത് പോകുക എന്നുള്ളതാണ്. ചില ആളുകൾ വ്യക്തിഗതമായിട്ട് പോലും ആളുകളുടെ നിന്ന് വായ്പ എടുക്കുന്ന ഹ്യൂജ് പലിശ. അങ്ങനെ അവരുടെ ജീവിതം തന്നെ ശരിക്കും പറഞ്ഞാൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി പല ഫാമിലികളും ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകുന്നത് ഇങ്ങനെയുള്ള സാമ്പത്തിക മേഖലയിലേക്ക് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ പോകുന്നതുകൊണ്ടാണ്. ഇവിടെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസക്തി. പ്രത്യേകിച്ച് ഒരു ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കുകളിൽ നിന്ന് ലോണുകൾ നിഷേധിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ അവർക്ക് എലിജിബിലിറ്റി ഉണ്ടായിരിക്കും, അവർക്ക് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും, അവർക്ക് അത്യാവശ്യം സിബിൽ സ്കോർ ഉണ്ടായിരിക്കും, പക്ഷേ അവർക്ക് 3 വർഷത്തെ ഇൻകണ്ട IT ഉണ്ടായിരിക്കത്തില്ലായിരിക്കും. ഇനിയും ബാങ്ക് പറയുന്ന ചില മാനദണ്ഡങ്ങളൊന്നും പാലിക്കാൻ അവർക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടായിരിക്കില്ല. ഇവർക്ക് നമുക്ക് ലോൺസ് കൊടുക്കാനായിട്ട് പറ്റും. അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിവർത്തിക്കാൻ തക്കവണ്ണമുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു മെത്തേഡാണ് ബീയിങ് പാർട്ട് ഓഫ് എ സൊസൈറ്റി. സെക്കൻഡ് തിങ്, മൈക്രോ സേവിങ്സ് പ്രൊഡക്റ്റുകളിലൂടെ അവരുടെ ഭാവി ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്കൊരു നിക്ഷേപം സമാഹരിച്ച് തുടങ്ങാൻ പറ്റും. എനിക്കൊരു മാസം ചെറിയൊരു തുക 500 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ എനിക്ക് സേവ് ചെയ്യണം. ദർ ഈസ് നോ അതർ ഓപ്ഷൻ. അപ്പോൾ അവരെ സംബന്ധിച്ച് ബാങ്കുകളൊക്കെ ചെയ്യുന്നത് ഒരു സ്റ്റിപ്പുലേറ്റഡ് എമൗണ്ട് അടയ്ക്കണം, അതിന് ചെറിയൊരു തുക മാത്രമാണ് അവർ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഒരു FDക്ക് വേണ്ടി ഒരു വലിയൊരു തുക തരുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിൻ്റെ ഏകദേശം അടുത്ത റിട്ടേൺസ് മൈക്രോ സേവിങ്സ് നടത്തുന്ന ഒരു വ്യക്തിക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. കാരണം ഇറ്റ്സ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണം. മൂന്നാമത്തെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ പ്രയോജനം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന പല അവകാശങ്ങളും മെമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുന്നു. പിന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയുടെ വൺ ഓഫ് ദ മേജർ അജണ്ടയാണ്. പണം ഇല്ലാഞ്ഞിട്ടല്ല ആളുകൾ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നത്, പണം കൈകാര്യം ചെയ്യാനുള്ള അറിവുകേട് നിമിത്തമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെ നമുക്ക് വേണമെങ്കിൽ 4ആയിട്ട് തിരിക്കാം. അത്യാവശ്യങ്ങൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, അനാവശ്യങ്ങൾ. നമുക്കൊരു 10,000 രൂപ ശമ്പളമുള്ള ഒരു ജോലിയാണെങ്കിൽ പല ആൾക്കാരും, നേരത്തെ വിവേക് സാറ് പറഞ്ഞു, ഈ 10,000 രൂപ കിട്ടിയാൽ 12,000 രൂപ ചിലവാക്കുന്ന രീതിയാണ്. 12,000 കിട്ടിയാൽ ശരിയാകുമെന്ന് വിചാരിക്കുമ്പം 12,000 കിട്ടുമ്പോൾ 15,000 ചിലവാകും. അപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസിയാണ് ഇവിടുത്തെ പ്രശ്നം. ഈ മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ പേർക്ക് തൊഴിൽ നൽകാവുന്ന ഒരു അവസ്ഥ കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബ്രാഞ്ചുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, അത് വലിയ രീതിയിലുള്ള വളർച്ചയായിട്ട് വരുന്നു. ഒപ്പം ജീവനക്കാരുടെ എണ്ണം കൂടുന്നു. ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റങ്ങൾ? നമുക്കിപ്പോൾ 57 ബ്രാഞ്ചാണ് കേരള, തമിഴ്നാട് ഉള്ളത് ഇപ്പം നിലവിലുള്ളത്.
അപ്പോൾ നമ്മുടെ മനസ്സിലെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം ഒരു 25 ബ്രാഞ്ചും കൂടെ അഡീഷണലായിട്ട് കൊണ്ടുവരണം. അതിൽ തമിഴ്നാടിനും കർണാടകയ്ക്കും കൂടെ ഒരു പ്രസൻസ് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നത്. അപ്പം നിലവിൽ നമ്മുടെ ഒരു ഡയറക്റ്റ് ചാനൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 7000-ഓളം ആൾക്കാർ വരുന്ന ഡയറക്റ്റ് ചാനൽ ഫോഴ്സ് നമുക്കുണ്ട്. ഇതുകൂടാതെ തന്നെ നമുക്ക് ഓൾട്ടർനേറ്റ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഏകദേശം 150-ഓളം ആൾക്കാർ വരുന്നൊരു ചാനലാണ്. അപ്പോൾ ഇതെല്ലാം തൊഴിൽ സാധ്യത കൂടുതലുള്ള കാര്യങ്ങളാണ്. കാരണം കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് പോലും സാമ്പത്തികം കൊണ്ടുവരാൻ പറ്റുന്ന ഓരോ സ്കീമുകളാണ് നമ്മൾ കൂടുതലും കൊണ്ടുവരുന്നത്. കഴിഞ്ഞാൽ അതിൽ കൂടെ നമ്മൾ വളർത്തുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ തമിഴ്നാടും കർണാടകയിൽ നമ്മൾ ഇതേ പ്ലാൻ തന്നെയാണ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. കാരണം അവിടെയുള്ള ഈ പറയുന്ന വീട്ടമ്മമാർ കുറേ കൂടെ നമ്മൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഈ പറയുന്ന സാമ്പത്തികമായി ഉയരാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു 10,000-ഓളം ഡയറക്റ്റ് ചാനൽ അംഗങ്ങളെ കൂട്ടുക എന്നുള്ളതും പിന്നെ അതുകൂടാതെ തന്നെ ഒരു 500-ഓളം ഓൾട്ടർനേറ്റ് ചാനൽ ആൾക്കാരെ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു 20,000-25,000 എംപ്ലോയീസ്, അതായത് ശരിക്കും സാലറി വാങ്ങിക്കുന്ന എംപ്ലോയീസും സാലറി വാങ്ങിക്കാതെ കമ്മീഷൻ വാങ്ങിക്കുന്ന എംപ്ലോയീസും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ അതിൽ കൂടെ നമുക്ക് നല്ല രീതിയിലൊരു മാറ്റങ്ങൾ ഈ വരുന്ന വർഷങ്ങളിൽ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ഒരു മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ്റെ കീഴിലാണ്. 2023 അമെൻമെൻറ്റ് ആക്ട് വന്നതിന് ശേഷം പ്രൂഡൻഷ്യൽ നോംസ്, കംപ്ലയൻസസ് ഒക്കെ വളരെ സ്ട്രിക്റ്റായി. അതുകൊണ്ടൊരു ഗുണം ഈ മേഖലയിലുള്ള വിശ്വാസ്യത വർദ്ധിക്കുന്നു. മുമ്പ് ബാങ്കുകളിൽ ഒരു പരാതിക്കാരന് ഓംബുഡ്സ്മാൻ്റെ സർവീസ് ഉണ്ടായിരുന്നു. ഈ സൊസൈറ്റി മേഖലകളിൽ അതില്ലായിരുന്നു. എന്നാൽ ഈ അമെൻമെൻറ്റ് ആക്ട് വന്നതിന് ശേഷം ഓംബുഡ്സ്മാൻ്റെ ക്രമീകരണമായി. റൈറ്റ് ടു ഇൻഫോർമേഷൻ RTIയുടെ കീഴിൽ വിവരാവകാശത്തിൻ്റെ കീഴിലേക്ക് ഇത് കൊണ്ടുവന്നു. അപ്പോൾ വിവരങ്ങളെല്ലാം സുതാര്യമായി തീർന്നു. അപ്പോൾ ആളുകളുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നു. പിന്നെ പ്രുഡൻഷ്യൽ നോംസ്, SLR, CRR, ക്യാഷ് റിസർവ് റേഷ്യോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്രെഡിറ്റ് സൊസൈറ്റികൾക്കും ബാധകമാണ് എന്ന് മിനിസ്ട്രി പറഞ്ഞതോടുകൂടെ കുറേ കൂടെ സുതാര്യമായി തീർന്നു. പല സൊസൈറ്റികളും നമ്മളും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം തുടങ്ങിയ സൊസൈറ്റികൾക്കൊക്കെ ഈ പ്രുഡൻഷ്യൽ നോംസൊക്കെ പാലിച്ചു വരണേ ഇനിയും സമയമെടുക്കും. കാരണം ഇതെല്ലാം അവരിനിയും പിടിച്ചു വരണം. 2023 അമെൻമെൻറ്റ് ആക്ട് വന്നതിന് ശേഷമാണ് നമ്മൾ കേരളത്തിൽ സജീവമായി പ്രവർത്തനം തുടങ്ങിയത്. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തുടക്കം മുതലേ ചെയ്യാൻ തക്കവണ്ണമുള്ള ഏറ്റവും ബെറ്റർ സ്ഥാനത്താണ് നമ്മൾ. ഒരു ഇൻകം ടാക്സിൽ നിന്ന് ഒരാൾ ഇവിടെ കയറി വന്ന് രേഖകൾ പരിശോധിക്കണമെന്ന് പറഞ്ഞാലോ, CRCSയിൽ നിന്ന് വന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞാലോ, ഇനിയും നാളെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരം വ്യക്തമാണ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും വന്ന് കയറി നോക്കാം. കാരണം നമ്മൾ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ഇതാണ് ഇതിലെ അംഗങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ഉറപ്പെന്ന് പറയുന്നത്. ഈ പറയുന്ന 100 രൂപയുടെ മെമ്പർഷിപ്പ് പോലും നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ സ്കാൻ ഉണ്ട്, QR സ്കാൻ ചെയ്ത് ബാങ്ക് വഴി മാത്രമേ സ്വീകരിക്കുന്നത്. അത്രയ്ക്ക് സുതാര്യമായിട്ടാണ് ഈ സൊസൈറ്റി ഗവൺമെന്റ് എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതേ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ സൊസൈറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഇനിയുള്ള മുന്നോട്ട് പോക്കുകൾ എന്തൊക്കെയാണ്? ഭാവി ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ സംസ്കാരത്തെ വീണ്ടും ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? നവംബർ മാസം നമ്മുടെ ജ്വല്ലറി ഇനാഗ്രേഷനാണ്. അടുത്ത മാസം ഇനാഗ്രേഷനാണ്. അതോടുകൂടി തന്നെ വന്നിട്ട് ഒരു 14ഓളം സ്ഥലങ്ങളിലേക്ക് ബ്രാഞ്ചുകൾ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ജ്വല്ലറിയുടെ ബ്രാഞ്ചുകൾ. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് വന്നിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ പദ്ധതികൾ എത്തിക്കുക, സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് ബേസ് ഇൻക്രീസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഉള്ളത് ഏകദേശം ഒരു 55,000-ഓളം മെമ്പേഴ്സാണുള്ളത്. അത് 1 ലക്ഷത്തിലേക്ക് എത്തിക്കുക അടുത്ത സാമ്പത്തിക വർഷം, ഈ സാമ്പത്തിക വർഷം കഴിയുമ്പോഴത്തേക്കും. ഇതൊക്കെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ. ഈ സൊസൈറ്റി എന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു സംഭവം ഇവിടെ പറയുന്ന കാര്യമില്ല. ഇവിടെ മുതലാളിമാരില്ല, എല്ലാം മെമ്പേഴ്സാണ് ഇതിൻ്റെ ഉടമസ്ഥർ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. എന്താണ് ലക്ഷ്യം എന്ന് പറയാം? 200 കോടി രൂപയുടെ ക്യാപിറ്റലിലേക്ക് ഈ സൊസൈറ്റി സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഡീം ടു ബി എ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെയൊക്കെ സ്റ്റാറ്റസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ബ്രാഞ്ച് നെറ്റ്വർക്ക് ഉണ്ടായിരിക്കുക, വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക. പ്രയോറിറ്റി Tier 3 സിറ്റീസും Tier 2 സിറ്റീസും, മെട്രോ സിറ്റീസ് അല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുക, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട്, എന്നിട്ട് അവർക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക. 5 വർഷം കൊണ്ട് ഈ 7 സംസ്ഥാനങ്ങളിലും നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് കൂടിയാണ് അടിസ്ഥാനപരമായിട്ട് ഏതൊരു ധനകാര്യ സ്ഥാപനത്തിൻ്റെയും മനുഷ്യത്വപരമായ നിലപാടും മുന്നോട്ട് പോകുമെന്നുള്ളത്. ആ അർത്ഥത്തിൽ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് സൊസൈറ്റി ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ. പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ മാനേജ്മെൻറ്റ് ബോർഡ് തലത്തിലെ പ്രധാനപ്പെട്ട സാരഥികളാണ് ഈ നിമിഷങ്ങളിൽ നമ്മോടൊപ്പം സംസാരിച്ചു കൊണ്ടിരുന്നത്. അവർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇനിയും അതിന് ഉയരങ്ങളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.